ഇറാൻ വലിയ ദുഃഖത്തിലാണ്. 200 മിസൈലുകൾ അയച്ചിട്ടും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. മഴ പോലെയാണ് മിസൈലുകൾ വന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇസ്രായേലിനെ സഹായിക്കരുത്, സഹായിച്ചാൽ എന്ത് എന്നുള്ളൊരു താക്കീത് കൂടി ഇറാൻ നൽകുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. യുദ്ധം ഇനി ഏത് തരത്തിലേക്ക് പോകും എന്ന് നമുക്കറിയില്ല, പക്ഷേ ഇസ്രായേലിനെ ഏത് തരത്തിലും സഹായിക്കാൻ അമേരിക്ക സജ്ജമാണ്. എന്തായിരിക്കും ഇനി ഇറാന് കിട്ടുന്ന പ്രത്യാഘാതങ്ങൾ? ഇപ്പോൾ ഇറാൻ US-ന് ഇങ്ങനെ ഒരു താക്കീത് കൊടുത്ത് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അമ്പിളി മാമനെ നോക്കി ഓരിയിടുന്ന ഒരു നായയുടെ ചിത്രമാണ് എനിക്കത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. US-നെയൊക്കെ വിരട്ടാൻ ഇറാൻ വളർന്നു. അതെ, ഇപ്പോൾ ഇസ്രായേലിനെ പോലും ഇപ്പോൾ ഈ 200 മിസൈൽ അയച്ചു എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇസ്രായേലിന് ഹാംഫുൾ ആയിട്ടുണ്ടോ? ഇസ്രായേലിന്റെ മണ്ണിൽ കുത്തിയില്ല എന്നുള്ളതാണ്. അതെല്ലാം ഇസ്രായേൽ തകർത്ത് കളയുകയാണ് ചെയ്തത്. പകരം ഇസ്രായേലിനെ ശരിക്കും ഇറാൻ ഭയപ്പെടുന്നുമുണ്ട്. ഇറാനിയൻ പ്രസിഡന്റ് പെസഷ്കിയാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാ 200 അയച്ചു, അത് കഴിഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ US-ന് ഈ ഒരു താക്കീത് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇസ്രായേലിനെ ശരിക്കും ഇറാൻ ഭയപ്പെടുന്നുണ്ട്. എന്നാലും ഇപ്പം വിദേശകാര്യമന്ത്രി പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടൽ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറാന് വ്യക്തമായി അറിയാം, ഇസ്രായേൽ തിരിച്ചടിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് ഇറാൻ ഇല്ല എന്നുള്ള കാര്യം ഇറാന് വ്യക്തമായി അറിയാം. കാരണം അത്രയും ശക്തനാണ് ഇസ്രായേൽ. അത് മാത്രമല്ല, US-ന്റെ സപ്പോർട്ടും ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിൻ്റെ ഈ പേജർ ആക്രമണങ്ങൾ തന്നെ അവർ പ്രതീക്ഷിച്ചത് പോലും ഇല്ലായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെയാണ് വേറൊരു കമാൻഡർ ഓഫ് വെപ്പൺസ്, അതായത് മുഹമ്മദ് ജാഫർ ഖാസിർ എന്ന് പറയുന്ന ഒരു തീവ്രവാദ നേതാവിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതൊന്നും അധികം ചർച്ചയായിട്ടില്ല. ഇസ്രായേലിന്റെ പണി അതിൻ്റെ രീതി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതെല്ലാം ഒരു പിടിച്ചു നിൽപ്പിന്റെ ഭാഗമായി ഇറാൻ ചെയ്യുന്ന വെറും ഒരു ഗിമ്മിക്കുകളെന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് US-ന് താക്കീത് കൊടുക്കാൻ ഇറാന് ധൈര്യം എവിടെ നിന്നാണ്? തീർച്ചയായും ഇപ്പം അമേരിക്കയിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. അമേരിക്ക എന്തായാലും ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അവരുടെ മിലിറ്ററി വിങ്ങുകളൊക്കെ മിഡിൽ ഈസ്റ്റിലും ഏഷ്യൻ ഭൂഖണ്ഡ പല ഭാഗങ്ങളിലുമുണ്ട് അവരുടെ മിലിറ്ററി വിങ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ UAE, ഖത്തർ, ഒമാൻ, ലെബനിൽ, ബഹറിൻ, അങ്ങനെ ഒരു നിരവധി സ്ഥലത്ത് US-ന്റെ മിലിറ്ററി വിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാനെ ഏത് തരത്തിലും ആക്രമിക്കാൻ അമേരിക്ക തന്നെ വിചാരിച്ചാൽ മതി. ഇസ്രായേൽ വിചാരിക്കണം അമേരിക്ക ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഇറാൻ തീർന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ US-ന് വാണിംഗ് കൊടുത്തതിന്റെ കാര്യം തന്നെ ഇറാനിൽ നിന്ന് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് US മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പൊ ഇസ്രായേൽ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇസ്രായേൽ മുന്നിലാണ്. അപ്പൊ അവര് ജനങ്ങൾക്ക് ആദ്യമേ തന്നെ മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവിന്റെ ഒരു വീഡിയോ സന്ദേശം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. എല്ലാവരും അലേർട്ടായിട്ടിരിക്കണം, ഈ കമാൻഡോസിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണം, നിങ്ങളോട് എവിടെയാണോ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ, നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സുരക്ഷിത സ്ഥാനങ്ങളിൽ നിങ്ങൾ ഹൈഡ് ചെയ്യണം, അത് അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ തുടരണം. ജനങ്ങളെ സേവ് ചെയ്യാൻ ഇസ്രായേൽ അതിന്റെ നടപടികളെല്ലാം എടുത്തിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ അവർക്കൊരു വിഷയമല്ല. എങ്ങനെയും വിജയം വരിക്കുക, ഇസ്രായേലിനെ തകർക്കുക, ജൂതന്മാരെ ഇല്ലാതാക്കുക, ഇതാണ് ഇറാൻ അവിടുത്തെ ഒരിക്കൽ പോലും ഇറാൻ പറഞ്ഞിട്ടില്ല ജനങ്ങളെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കണം, ഞങ്ങളുടെ മത നിയമങ്ങളെ അടിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ അമേരിക്കയുടെ തന്നെ F-22, F-16 പോലുള്ള യുദ്ധവിമാനങ്ങൾ, വിമാനവാഹിനി, മുങ്ങിക്കപ്പലുകൾ, പിന്നെ ഇസ്രായേലിൻ്റെ അത്യാധുനിക ഉപകരണങ്ങൾ, ഇതൊക്കെ ഉള്ളിടത്തോളം കാലം ഇറാന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ആകാശ യുദ്ധം, ചിലപ്പോൾ തിരിച്ചടി ചെറിയ പ്രത്യാഘാതങ്ങളിൽ ഒതുങ്ങും, ചിലപ്പോൾ തിരിച്ചടി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം, അതായത് ലോകം തന്നെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു യുദ്ധത്തിലേക്ക്, ഒരു ആകാശ യുദ്ധത്തിലേക്കോ ഒരു കരയുദ്ധത്തിലേക്കോ ഇത് പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞതുപോലെ ചൈനയും റഷ്യയുമാണ് ഇറാന്റെ കാര്യത്തിൽ അപലപിക്കുന്ന കൂടുതൽ വിഷമ സങ്കടം സഹിക്കാൻ. തുർക്കിയുമുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രതിനിധി ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ വിശദീകരണം നടത്താനും എങ്ങനെ ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് പദ്ധതികൾ തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ റഷ്യയുടെ ഒരു പ്രതിനിധി തന്നെ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും
മാനസികമായി ഇറാൻ ഒരു തകർന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 200 മിസൈലുകൾ അയച്ചിട്ട് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 4 or 5 ഈ ചാവേറുകൾ അവിടെ വന്ന് ബോംബ് പിന്നെ തോക്ക് കാണിച്ചുകൊണ്ടാണെങ്കിൽ തോക്കിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് വെടിയുതിർത്തുകൊണ്ടാണ് 4 പേരെ വധിച്ചത്. അല്ലാതെ മിസൈൽ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ ഇസ്രായേലിന്റെ മണ്ണിൽ പോലും അത് കുത്തിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ ഇനി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഇറാന്റെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ടു പോയി കഴിഞ്ഞാൽ, കാരണം ഹിസ്ബുള്ളയെ മുഴുവനായി തീർത്തു, ഹമാസിനെ ഒതുക്കി, ഇനി ഹൂത്തികളെ എങ്ങനെ ഒതുക്കണമെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതൊക്കെ ഇസ്രായേൽ ചെയ്യുമ്പോൾ ഇറാൻ വലിയ ഭയത്തിലാണ്. കാരണം ഇറാൻ ചെയ്യുന്നതൊക്കെ അമേരിക്ക വഴി ചോർന്ന് ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ചെയ്യുന്നതൊന്നും ആരും മാത്രമല്ല മൊസാദിന്റെ ആസ്ഥാനം, അതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. വല്ലതും നടക്കുന്ന കാര്യമാണോ എന്നുള്ളത്. മൊസാദിന്റെ ആസ്ഥാനം എങ്ങനെയും തകർക്കുക, അവരുടെ അടിത്തറ വേരോടെ പിടിതു കളയുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അവസ്ഥയോർത്ത് എനിക്ക് ചിരി വരുന്നു. നേരത്തെ അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ മൊസാദിലേക്ക് നുഴഞ്ഞു കയറാൻ ഈ ലോകത്തുള്ള ഒരു ചാരന്മാർക്കും ഇറാനിൽ വരെ മൊസാദിന്റെ ചാരന്മാരുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മൊസാദിനെ അറിയിക്കുന്നത് ഇറാനിലുള്ള മൊസാദിന്റെ ചാരന്മാരാണ്. അത് ഇറാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ. അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഇസ്രായേലിനെതിരെ ഉണ്ടായ ഇറാന്റെ ആക്രമണത്തിന് എന്തായാലും ഇറാൻ അനുഭവിക്കും, അതിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് US പറഞ്ഞിട്ടുണ്ട്. പ്രത്യാക്രമണം ഉണ്ടാകും, അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇറാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിചാരിക്കില്ല ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നെന്ന് വിചാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഞങ്ങൾ താക്കീത്, ഇനി ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇടപെടരുത്, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്ന് ശരിക്കും പറഞ്ഞാൽ അത് അമേരിക്കയും കൂടെ ഇടപെട്ടപ്പോൾ നന്നായി ഭയപ്പെട്ടിട്ടുണ്ട് ഇറാൻ. അതുകൊണ്ട് ഇറാൻ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി കൂടുതൽ ചൊറിയാൻ പോകാതിരുന്നാൽ ഇസ്രായേലിന്റെ കൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ നാശങ്ങൾ ഇറാൻ ഉണ്ടാകാതെ. ഇറാന്റെ ഭയം എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൊസാദിന്റെ ബുദ്ധിയൊന്നും ഒരിക്കലും ഇറാന് കിട്ടാനോ ഇറാന് ചിന്തിക്കാനോ കഴിയാത്തതിനപ്പുറമാണ്. ഇപ്പോൾ ഈ പേജർ പൊട്ടിത്തെറിച്ചത് ഇവരൊക്കെ ചിന്തിച്ച കാര്യമാണോ? വാക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്, വീടുകളിൽ ഇരിക്കാൻ പോലും TV ഓണാക്കാൻ പോലും എന്തിനെ? ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അൽ ഖമേനിയ ഒരു ബങ്കറിന്റെ അകത്ത് വൈദ്യുതി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഒളിച്ചിരിക്കുന്നത്, ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലെന്നാണ് പറയുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ വൈദ്യുതിയെ പോലും ഇറാൻ ഭയപ്പെടുന്നു. കാരണം ഏത് തരത്തിലാണ് ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ, ഇനി ബൾബ് പൊട്ടിത്തെറിച്ചാണോ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പോലും ഭയന്നുകൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഭയപ്പാടിനെയാണ് ഇസ്രായേൽ മുതലെടുക്കുന്നത് എന്നുള്ളതാണ്. ഇസ്രായേൽ പറയുന്നത് ഇറാന്റെ ജനതയും ഞങ്ങൾ രക്ഷിക്കും, ഞങ്ങളുടെ ജനതയും ഞങ്ങൾ രക്ഷിക്കും. അവിടത്തെ ഇത്തരത്തിൽ ജനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളെ ഞങ്ങൾ ഒന്നോടെ കുഴിച്ചു മൂടും. അതുകൊണ്ട് ഇറാനിലെ ജനങ്ങൾ കൂടി ഇനി ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വന്നു നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുമോ എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അല്ല, കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ആദ്യമായി ഇസ്രായേലിനെതിരെ ആദ്യത്തെ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതിയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെതിരെ. അപ്പൊ ഇനി ഈ 7-ാം തീയതി വാർഷികാഘോഷത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വാർഷികാഘോഷത്തിൽ ഇറാൻ മൊത്തത്തിൽ തീരും. ഇറാനെ ആ രാജ്യം ഇസ്രായേലിനോട് കൂടി ചേർന്ന് അതും കൂടി ഇസ്രായേൽ ഭരിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പരമോന്നത നേതാവ് ഭൂമിക്കടിയിലേക്ക് പോയി, ഇനി എന്ന് തിരിച്ചു വരുമെന്നുള്ളത് 85 വയസ്സുമായി. ബോംബ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റേ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള തീർന്നു. കാരണം ശരീരത്തിന്റെ പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബോംബ് ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് മയ്യത്തായി. അപ്പൊ ഇദ്ദേഹം ഇനി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്താകും യുദ്ധം, അതിശക്തി പ്രാപിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം. സിറിയയിലെ ഡമാസ്കസിലെ ഇറാന്റെ ഒരു കോൺസുലേറ്റിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലായിരിക്കാം ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ കടന്നാക്രമിച്ചിട്ടുള്ളത് എന്നും കരുതാം. ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് പ്രത്യേക ആപ്പുകൾ ജനങ്ങൾക്ക് കൊടുത്തു. അവരുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ജനങ്ങൾക്ക് ആ നിമിഷം തന്നെ വാണിംഗ് കൊടുക്കാനുള്ള ആപ്പുകൾ തന്നെയാണ് ജനങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി എന്ത് ആക്രമണം ഉണ്ടായാലും ഇസ്രായേലിലെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് അവരുടെ വീടിനടിയിൽ തന്നെ സാർ പറഞ്ഞില്ലായിരുന്നു,
സുരക്ഷിത സ്ഥാനങ്ങളുണ്ട്. പറയുന്ന നിമിഷം തന്നെ അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയും സർക്കാരിൽ നിന്ന് തന്നെ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു മുന്നറിയിപ്പിന് ശേഷം മാത്രമേ അവർ പുറത്തേക്ക് വരികയുമുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഇനി ഏത് തരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തിയാലും ഇസ്രായേലിലെ ജനങ്ങളെ തൊടാനാവില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും ചൈനയും റഷ്യയും ഒക്കെ എത്രത്തോളം പണിപ്പെട്ടാലും തുർക്കിയും ഒക്കെ എത്രത്തോളം തുർക്കിയൊക്കെ പരോക്ഷമായാണ് ഇവരെ പിന്തുണയ്ക്കുന്നത്, ഇറാഖ്. അപ്പോൾ ഇവരൊക്കെ എത്ര പിന്തുണച്ചാലും ഇസ്രായേലിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളിലെ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ മേഖലയ്ക്കൊപ്പം ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒതുങ്ങുന്നതാണ് നിങ്ങളുടെ ജീവന് നല്ലത്.